പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഉദയ സൂര്യൻ്റെ പൊൻകിരണങ്ങളേറ്റ് ഈ പ്രഭാതത്തെ വരവേൽക്കുന്നതിന് മുമ്പ് നീതി സൂര്യനാകുന്ന കർത്താവിൻ്റെ ആ ശോഭയേറുന്ന കിരണങ്ങൾ അടിച്ച് ദൈവവചനത്തിൻ്റെ ഫലപ്രാപ്തിയിൽ ഇന്ന് ഊർജ്ജസ്വലരാകാൻ വചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം, 2 Corinthians chapter 5 verse 17. വചനം ഇങ്ങനെ പറയുന്നു: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയത്രേ, പഴയത് കഴിഞ്ഞുപോയി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. ഒത്തിരി സുപരിചിതമാണ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിലെ എഡിഫിക്കേഷനും കറക്ഷനും വേണ്ടി ആ സഭയ്ക്ക് എഴുതുമ്പോൾ അവിടെ പറയുന്നൊരു വചനമാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയത്രേ. അതിൻ്റെ 5-ാം വാക്യത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തുടങ്ങുന്ന വാക്യത്തിൽ അതിൻ്റെ മീനിങ് ആകമാനമുള്ള ടോട്ടൽ മീനിങ് എഴുതിയിട്ടുണ്ട്. കൂടാരമായ നമ്മുടെ ഭൗമഭവനം ഒഴിഞ്ഞുപോയാൽ നിത്യമായ ഭവനം സ്വർഗത്തിൽ നമുക്ക് കർത്താവ് ഒരുക്കുന്നു. അപ്പോൾ ആ അധ്യായത്തിൽ തന്നെ, അതിൻ്റെ ആ പശ്ചാത്തലത്തിൽ തന്നെ, കൂടാരമായ ഭൗമഭവനം ഒഴിഞ്ഞുപോയാൽ ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞിട്ട് സ്വർഗത്തിലൊരുക്കുന്ന വീടിനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനാണ് ഈ വചനത്തിൻ്റെ ആ ബേസ്. അതിൻ്റെ കാതലായ സന്ദേശം എന്ന് പറയുന്നത്, ഈ വാക്യത്തിൻ്റെ കാതലായ സന്ദേശം ക്രിസ്തുവിലാകുമ്പോൾ പുതിയ സൃഷ്ടിയാകുന്നു. 2 തയ്യാറെടുപ്പ് അതിനകത്തുണ്ട്. 1-ാമത്തെ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് ഈ ലോകത്തിൽ പഴയതെല്ലാം കഴിഞ്ഞുപോയി പഴയതിനെ ഉരിഞ്ഞു മാറ്റി പുതിയതാകുന്നത് 1-ാമത്തേത്. 2-ാമത്തേത് ഈ പ്രിപ്പറേഷൻ, ഒരു പുതിയ പ്രിപ്പറേഷന് വേണ്ടി, നിത്യതയിലെത്തുന്ന ഒരു പ്രിപ്പറേഷന് വേണ്ടി ദൈവം നമ്മളെ ഒരുക്കുന്നു. എന്നാൽ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വചനത്തിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു ആശയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഒന്ന്, ആ വചനം പറയുമ്പോൾ ആ വചനത്തിനകത്ത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. അപ്പോൾ ഈ ജീവിച്ചോണ്ടിരുന്ന ആ ജീവിതത്തിൽ നിന്ന് ഒരു ടേൺ ബാക്ക്, ഒരു പുതുക്കം, ഒരു മാറ്റം, പുതിയ ആളായിട്ട് മാറുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള പക്ഷികളുണ്ട്. ഫിനിക്സ് പക്ഷി എന്ന് പറയുന്ന പക്ഷിയുണ്ട്. അതിങ്ങനെ ചുട്ട് ചാരത്തിലായി അത് മരിച്ചുപോയി എന്ന് വിചാരിച്ച് അതിന് ശ്വാസം പോലും നിർത്തി നിന്നു പോകുന്ന ഇടത്തു നിന്ന് അത് വീണ്ടും പറന്ന് ഉയരത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട്, ഫിനിക്സ് പക്ഷിയെ പോലെ എന്ന് പറയാറുണ്ട്. ഫിനിക്സ് പക്ഷിയെ പോലെ മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ അറിയുന്ന ഒരു പക്ഷിയുണ്ട്, അത് കഴുകനാ. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴുകനെ കുറിച്ച് അറിയാം. കഴുകൻ ആ 103-ാം സങ്കീർത്തനത്തിൽ പറയുന്നൊരു വചനമുണ്ട്, കഴുകൻ തന്റെ യൗവനം പുതുക്കി വരത്തക്കവണ്ണം. കഴുകൻ തന്റെ യൗവനം പുതുക്കി വരത്തക്കവണ്ണം. അതൊരു വ്യത്യാസമുണ്ട്, ഒരു പുതുക്കമുണ്ട്. ഒരു പുതുക്കം എന്ന് പറയുമ്പോൾ അതിന്റെ പഴയത് മുഴുവൻ കഴിഞ്ഞു പോയിട്ട് പുതുതാകുന്ന ഒരു പ്രക്രിയ കഴുകന്റെ ലൈഫിനകത്തുണ്ട്. കഴുകന്റെ ലൈഫ് ഏകദേശം 70 വർഷമൊക്കെ കഴുകൻ ജീവിക്കുമെന്നാണ് പറയുന്നത്. അതിനൊരു 40 വർഷമാകുമ്പോഴത്തേക്കും ഇത് പ്രായമെത്തും. അതിൻ്റെ തൂവലുകൾ പഴയതാകും. അതിൻ്റെ നഖങ്ങൾ ഇനി ഉപയോഗശൂന്യമാകും. ചുണ്ടുകൾ ഉപയോഗശൂന്യമാകും. അതുകൊണ്ട് ബാക്കിയുള്ള കഴുകന്മാരൊക്കെ കാണുമ്പോൾ ഇതൊരു വയസ്സൻ കഴുകനായി, ഇനി ഇവനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഇനി ഒന്നിനും കൊള്ളത്തില്ല, ഇവനെ മാറ്റി നിർത്തണം എന്നുള്ള രീതിയിൽ പിന്തള്ളപ്പെടും, മാറ്റി നിർത്തപ്പെടും. കഴുകനങ്ങ് മാറ്റി നിർത്തപ്പെടും. മാറ്റി നിർത്തപ്പെടുന്ന കഴുകൻ ഈ ലോകത്തിൽ മാറ്റി നിർത്തപ്പെടുമ്പോൾ പറക്കാൻ പറ്റത്തില്ല, പഴയതുപോലെ ഇരപിടിക്കാൻ പറ്റത്തില്ല. മാറ്റി നിർത്തപ്പെടുമ്പോൾ എല്ലാവരും കാണുന്നത് പോലെ അവസാനിക്കുകയല്ല. ഇതേകനായി കിഴക്കാൻ തൂക്കാകുന്ന പാറയുടെ മുകളിലോ ഏതെങ്കിലും മരത്തിന്റെ മുകളിലോ മലയിടുക്കുകളിലോ ഈ കഴുകനെ ഒളിക്കും. മറ്റാരും കാണാതെ ഈ പാറ ഇടുക്കിൽ ചെന്നിട്ട് ഈ കഴുകൻ തൂവലുകൾ കൊഴിഞ്ഞുപോയ, പ്രായമായ തൂവലുകൾ കൊഴിഞ്ഞ് ഏകദേശം തീരാറായിരിക്കുന്ന ബാക്കി തൂവലുകൾ കൂടെ അതിന്റെ ചുണ്ടുകൊണ്ട് അതിനെ കൊത്തി പറിച്ചു കളയും. എന്നിട്ട് ഈ കഴുകൻ തന്റെ നഖം അത് പാറയിൽ ഉരച്ച് ബാക്കി നഖങ്ങൾ അങ്ങ് പറിച്ചെടുത്ത് പാറയിൽ ഉരച്ചു കളയും. അതുകൊണ്ട് തീർന്നില്ല, തന്റെ പ്രായമായ ചുണ്ടുകൾ പാറ കരിങ്കല്ലിൽ ഉരച്ച് അത് പഴയ ചുണ്ട് കോരിയെടുത്ത് മിനുസമുള്ള പുത്തൻ ചുണ്ടാക്കും.
ഇത് ഏകദേശം 1, 2, 3 മാസത്തോളം എടുക്കും. അത്രയും നാൾ ഈ കഴുകൻ പട്ടിണി കിടന്ന് പാറയുടെ ഇടുക്കിൽ അല്ലെങ്കിൽ മലയിടുക്കിലോ ഏതെങ്കിലും വൃക്ഷത്തിന്റെ കിഴക്കാൻ തൂക്കിലോ നോക്കിയിരുന്ന് അങ്ങനെ ഇരിക്കുമ്പം ഈ കഴുകൻ അറിയാതെ കഴുകന്റെ വെയിറ്റ് അങ്ങ് കുറയും. 150 കിലോ ഭാരമുള്ള കഴുകന്റെ വെയിറ്റ് കുറഞ്ഞു വന്ന് അത് 80, അത് 90, 80, 70 ആയിട്ട് മാറും. ഈ കാലഘട്ടത്തിനുള്ളിൽ കഴുകന് പുത്തൻ തൂവലുകൾ വരും, പുതിയ ചുണ്ടുകൾ വരും, പുതിയ നഖങ്ങൾ വരും, പുതുപുത്തനായി മാറും. ഈ പുത്തനായി മാറിക്കഴിയുമ്പോൾ പതിയെ പുത്തൻ തൂവലുകൾ കൊണ്ട്, പുതിയ ചുണ്ടുകണ്ട്, പുതിയ നഖവുമായിട്ട് കഴുകൻ ഇറങ്ങി വരും. ഈ കഴുകനെ മറ്റു കഴുകന്മാരാരും തിരിച്ചറിയാത്തവണ്ണം ഈ കഴുകനിൽ പുതിയ കഴുകനായി ഒരു യൗവനം, അതുകൊണ്ട് വചനം പറയുന്ന പോലെ യൗവനം കഴുകനെ പോലെ പുതുക്കി അങ്ങനെയാ പുതുക്കം പ്രാപിച്ചിറങ്ങി വരുന്നത്. അങ്ങനെ വരുന്ന കഴുകനെ കണ്ടിട്ട് മറ്റു കഴുകന്മാർ പറയും, ഒരു യൗവനം, ഒരു വെറ്റങ്ങോ ഇടത്തു നിന്നൊരു യൗവനക്കാരൻ കഴുകൻ വന്നു. പഴയ കഴുകനെ അവരങ്ങ് മറന്നുപോയി. ഈ കഴുകന്റെ സ്വഭാവത്തിലും കഴുകന്റെ രൂപത്തിലും ഭാവത്തിലും കഴുകൻ മറന്നുപോകും. ഈ കഴുകൻ തൻ്റെ യൗവനം ഒന്ന് പുതുക്കിയെടുക്കും. ഇതിനൊരു വചനം യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. അതേ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ പറന്നുയരും. ഈ വായിച്ച വാക്യമായിട്ട് നീതി പുലർത്തേണ്ടതുകൊണ്ട് ആ വാക്യത്തിലേക്ക് വരാം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഇതിന് ഈ കഴുകന്റെ ഈ ലൈഫുമായിട്ടൊന്ന് ചേർത്ത് പഠിച്ചാൽ ഒത്തിരി അർത്ഥമുണ്ട്. കാര്യം, ഒരുവൻ ഈ ലോകത്തിൻ്റെതായ ആ പ്രാരാബ്ധങ്ങളിൽ മുങ്ങി, ലോകത്തിൻ്റെതായ ആഡംബരങ്ങളിലും ഈ ലോകത്തിന്റെ ആഘോഷങ്ങളിലും മുങ്ങി ലോകത്തിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് എവിടെയോ ഒരിടത്ത് വെച്ച് യേശു കർത്താവിനെ കണ്ടെത്തുവാനിടയാകുന്നത്. കർത്താവിനെ കണ്ടെത്തിയാൽ അവന്റെ ജീവിതം മാറും. പഴയത് കഴിഞ്ഞു പോകും, പുതുക്കം പ്രാപിക്കും. യൗവനം കഴുകനെ പോലെ പുത്തൻ തൂവലും പുത്തൻ ചുണ്ടും പുത്തൻ നഖങ്ങളും വരുന്ന പോലെ ആകമാനം അടിമുടി മാറും. ആ രൂപാന്തരം പുറത്തുനിന്ന് അകത്തേക്കല്ല, അകത്തുനിന്ന് പുറത്തേക്ക്. ആത്മാവിൽ മനസ്സിനകത്ത് രൂപാന്തരം, ചിന്തയ്ക്ക് മാറ്റം വരും, സ്വഭാവത്തിന് മാറ്റം വരും, ഈവൻ ശരീരത്തിന്റെ പ്രകൃതത്തിന് മാറ്റം വരും, അവന്റെ ആ നടപ്പിന് മാറ്റം വരും, വസ്ത്രധാരണത്തിന് പോലും മാറ്റം വരും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതുക്കം പ്രാപിക്കും, പുതിയ സൃഷ്ടിയായി മാറും. അത് യേശു കർത്താവിനെ കണ്ടെത്തുന്നതാ. ഇത് നിർബന്ധത്താലല്ല. ഗന്നസരത്ത് കടലിന്റെ തീരത്ത് വെച്ച് ഒരുവൻ ഒരിക്കൽ യേശുവിനെ കണ്ടെത്തി. ആ കണ്ടെത്തലുകൾ ലൂക്കോസിന്റെ സുവിശേഷം 5:1 കാണാം. കഴിഞ്ഞ രാത്രി മുഴുവൻ ഒന്നും കിട്ടാതെ വലഞ്ഞു നടന്ന്, അതേ, അധ്വാനത്തിന് കുറവില്ല, ഭാരത്തിന് കുറവില്ല, ഉറക്കളപ്പിന് കുറവില്ല. ആ രാത്രി മുഴുവൻ ഒന്നും കിട്ടാതിരുന്ന് നിരാശനായി ആ പടകിനകത്ത് താടിക്ക് കയ്യും കൊടുത്ത്, അല്ല, വല കഴുകി എന്ത് ചെയ്യണമെന്നറിയാതെ, ഇന്നത്തെ കാര്യങ്ങൾ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി ആകപ്പാടെ നിർനിമോഷനായി നിരാശനായി വല കഴുകിക്കൊണ്ടിരിക്കുന്ന ആ പടകിലിരിക്കുന്ന പത്രോസ്, ആ പത്രോസിന്റെ അടുക്കലേക്ക് യാദൃശ്ചിയാ യേശു വരുന്നു. അല്ല കുഞ്ഞെ, പത്രോസിന് ഇത് യാദൃശ്ചിയാണ്, യേശുവിന് ഇത് യാദൃശ്ചിയല്ല. യേശുവുമായിട്ടൊരു കൂട്ടിമുട്ടൽ, യേശുവുമായിട്ടൊരു കണ്ടുമുട്ടൽ. പത്രോസിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, പടക് ഒന്ന് നീക്കണം, വചനം സംസാരിക്കാനാ. പടക് ഈ പത്രോസ് കരയിൽ നിന്ന് അല്പം നീക്കി കൊടുത്തു. അവിടെയും ഒരു പ്രതീക്ഷയില്ല. കാരണം ജനത്തെ ഉപദേശിക്കുന്നു. പത്രോസ് ഏകനായി പടകിലേക്ക്. നിങ്ങളൊന്ന് കണ്ടേ, നിരാശനായി പടകിന്റെ അമരത്ത് നിരാശനായിരിക്കുന്ന, ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഉറക്കം തൂങ്ങി, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരിക്കുന്ന ആ മനുഷ്യന്റെ നിരാശ, ഇതൊന്ന് കഴിഞ്ഞെങ്കിൽ പോകാമെന്നായിരിക്കും. അങ്ങനെ യേശു ഉപദേശിച്ചു തീർന്നു. ഒരു പ്രതീക്ഷയുമില്ലാതെ കാത്തിരുന്ന പത്രോസിന്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വല വീശ്. മറുപടി ഉടൻ വന്നു, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ഇതൊരു പ്രശ്നമല്ല, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു ദൂത് പറയട്ടെ. നിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന യേശു ആണെങ്കിൽ ഇന്നലത്തെ നിന്റെ എക്സ്പീരിയൻസ് കർത്താവിന് അറിയണ്ട, ഇന്നലത്തെ അവസ്ഥ അറിയണ്ട, ഇന്നലത്തെ സാഹചര്യം അറിയണ്ട. ഇന്ന് കർത്താവ് പറയുന്നു, കർത്താവിന് വേണ്ടി ഒന്ന് പടക് കൊടുക്ക, ഹൃദയം കൊടുക്ക, അവന്റെ വാക്കിനൊന്ന് വലയിറക്ക്, അവന്റെ വാക്കിന് ചെവി കൊടുക്ക്. എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം. അവൻ വല വീശി പെരുത്ത മീൻകൂട്ടം അടുത്ത പടകുകളെ കൂടി വിളിച്ച് ഇതിനകത്തേക്ക് വലിച്ചു കയറ്റി മാടി വിളിച്ച് പടക് നിറച്ച് അടുത്ത പടകുകളും നിറച്ചു. ഇനി അത്ഭുതകരമായൊരു മാറ്റം പറയാം. വായിച്ച വാക്യം വിടല്. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. സാധാരണ സംഭവിക്കേണ്ടത് പത്രോസ് ഒരു നന്ദി പറയണം. കർത്താവേ, ഇത്രയും വലിയ അത്ഭുതം തന്നതിന് നന്ദി. ഇന്നലെ രാത്രി ഒന്നും കിട്ടിയില്ല, എന്റെ കണക്കൂട്ടിലൊക്കെ തെറ്റിപ്പോയി, ഇന്ന് വരെ കാണാത്ത മീൻപിടുത്തം
കരുത്തും ഈ ഒരു അനുഗ്രഹവും തന്നതിനായി നന്ദി എന്ന് പറയണം. ഇന്നത്തെ ലോകം അത് പറയും. പക്ഷേ പത്രോസ് എന്താ പറഞ്ഞെന്നറിയാമോ? ഈ പെരുത്ത മുൻകൂട്ടം പടകിലിരിക്കുമ്പോൾ പത്രോസ് യേശുവിനോട് പറയുക, നാഥാ, ഞാൻ പാപിയാകുന്ന മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ. കുഞ്ഞെ, ഇതിന്റെ പേരാ പുതിയ സൃഷ്ടി. മീൻ പിടുത്തം കിട്ടി, അനുഗ്രഹം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിനെ കണ്ട് സംസാരിച്ച് കർത്താവിന്റെ വാക്കിന് വലയിറക്കി പടക് നിറഞ്ഞിരിക്കുമ്പോ ഈ മനുഷ്യൻ താങ്ക്സ് അല്ല പറയുന്നത്, ഞാൻ പാപിയാകുന്ന മനുഷ്യനായതുകൊണ്ട് എന്നെ വിട്ടു പോകണമേ. ഉടൻ കർത്താവിൽ നിന്ന് മറുപടി വന്നു, പത്രോസേ, നിന്നെ മാറ്റുകയാ, ഇതേ പുതിയ സൃഷ്ടിയാക്കി മാറ്റുകയാ. ഇന്നലെ വരെ നീ മീൻ പിടിക്കുന്നവനായിരുന്നു, ഈ നിമിഷം വരെ മീൻ പിടിക്കുന്നവനാ. ഇന്ന് നിന്നെ മാറ്റുക, നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുക. എന്നെ അനുഗമിച്ചോ, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാൻ പോവുക. മാറ്റം. ആ പാവന്റെ ഹൃദയത്തിനകത്ത് മാറ്റമുണ്ടായപ്പോൾ യേശുവിന് മനസ്സിലായി, യേശു അവനെ മാറ്റി. ഇതിന്റെ പേരാ പുതിയ സൃഷ്ടി. ഉടനെ പടകും വലയും വിട്ടിട്ട്, ആ പെരുത്ത മീൻകൂട്ടവും വിട്ടിട്ട് യേശുവിനെ അനുഗമിച്ചു. ഇതിന്റെ പേരാ കുഞ്ഞെ പുതിയ സൃഷ്ടി. ഇന്ന് നിരാശയെ അടിത്തട്ടിൽ താഴ്ന്നിരിക്കുന്ന നിന്നോട് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയട്ടെ, യേശു കർത്താവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായിട്ട് സകല പ്രതീക്ഷകളും തീർന്നിരിക്കുന്ന ഇടത്ത് നിന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് യേശു വരികയാ. കർത്താവിന്റെ വാക്കിന് വലയിറക്കാമോ? കർത്താവിൽ നിന്റെ പടകിനെ കയറ്റാമോ? കർത്താവിന്റെ വാക്കിനെ ഒന്ന് അനുസരിക്കാമോ? നിന്റെ എക്സ്പീരിയൻസുകൾ മാറ്റാമോ? നീ ഒരു പുതിയ സൃഷ്ടിയാകുന്നു. കർത്താവ് നിന്നെ കണ്ടുമുട്ടുന്നു. കർത്താവിന്റെ അടുക്കൽ നീ ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. പഴയത് കഴിഞ്ഞുപോയി. എന്നോട് ചേർന്നത് പ്രാർത്ഥിക്കാം, പഴയത് കഴിയട്ടെ. നിന്റെ സങ്കടങ്ങൾ മാറട്ടെ, വിഷമതകൾ മാറട്ടെ. ഇന്ന് വരെയുള്ളത് സകലവും മാറട്ടെ. നീ ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന സകലവരെയും അനുഗ്രഹിക്കുന്ന എന്റെ സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവര്, കർത്താവേ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ എല്ലാ പ്രിയപ്പെട്ടവരും, ഈ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്ന സകല പേരെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനമോടെ ഹൃദയത്തിൽ പതിയട്ടെ. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. പുതിയ സൃഷ്ടിയായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം അവർക്ക് അനുഗ്രഹമാകട്ടെ, ഉപകാരമാകട്ടെ, ഹൃദയത്തെ സ്പർശിക്കട്ടെ. അതിൽ വ്യത്യസ്തത ഉണ്ടാകട്ടെ, പുതിയ സൃഷ്ടിയായി മാറട്ടെ. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിക്കാൻ സ്തോത്രം. സകലമാനുഭവത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, കൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.